LDF കൺവീനർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. കഴിയാവുന്നത്ര വേഗത്തിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് ആ ഒരു സ്പിരിറ്റിലും ആ ആത്മാർത്ഥതയും നിങ്ങൾ ആ നിലയിൽ പരിഗണിക്കണം. അപ്പം അത് വിളിച്ചുകൂട്ടാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ഇതെല്ലാം ഈ സൗകര്യങ്ങളെല്ലാം നോക്കി പരസ്പര ആശയവിനിമയം നടത്തി യോഗം വിളിച്ചുകൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. മറ്റൊരു കാര്യം, കിഫ്ബി റോഡുകളിലേക്ക് ടോൾ പിരിക്കാനുള്ളൊരു നിയമം സർക്കാർ നിലവിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ക്യാബിനറ്റിൽ ഇപ്പം വന്നു കഴിഞ്ഞിട്ടില്ലല്ലോ, വരട്ടെ, ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. അല്ല അതില്ലേ, അത് പരിശോധിച്ച LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സ്റ്റേറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്നു. നിങ്ങൾ ബഡ്ജറ്റ് വായിച്ചില്ലേ, എന്താ കേരളത്തിനുള്ളത്? ഇപ്പൊ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ആ പ്രശ്നം LDF-നകത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ. ഞാനതാകെ പരിശോധിച്ചിട്ടില്ല ഏതൊക്കെയാണെന്നുള്ളത്. ഇവിടെ അനൗൺസ് ചെയ്ത് വന്ന സ്ഥിതി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബാധ്യത വരാനിടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, ജനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നികുതി നിർണയത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്. ആ പ്രയാസത്തിൽ നിന്ന് ജനങ്ങളെ എങ്ങനെ ലഘൂകരിച്ചു കൊണ്ടുവരാം, അത്തരമൊരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ